എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 20 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ്, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ആൻസറും പോൾ ചെയ്തിട്ട് ആൻസർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോക്കസ് സ്റ്റാർ PSCയുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ക്വസ്റ്റ്യൻസ് പോൾ വഴി കിട്ടുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ 10 ക്വസ്റ്റ്യൻസ്, ആ ഒരു വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പോളായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫോർ ക്രിയേറ്റിംഗ് എ ഹാങ്ങിങ് ഇൻഡൻറ്റ് ദ ഷോർട്ട് കട്ട് വേ ഈസ് Ctrl+T. അതായത് ഒരു ഹാങ്ങിങ് ഇൻഡൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? ഷോർട്ട് കട്ട് വേ ഏതാണ്? Ctrl+T ആണ്. ബൈ ഡിഫോൾട്ട് ടാബ് സ്റ്റോപ്സ് മൂവ് ഡാഷ് സ്പേസ് 0.5 ഇഞ്ചാണ്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ടാബ് സ്റ്റോപ്സ് എത്ര സ്പേസ് മൂവ് ചെയ്യും? 0.5 അല്ലെങ്കിൽ 1/2 ഇഞ്ച് ആണ് സ്പേസ് വരുന്നത്. ഇൻ ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻ മാക്സിമം ലൈൻസ് ക്യാൻ ബി സെറ്റപ്പ് ഈസ് 10. അതായത് ഡ്രോപ്പ് ക്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ ഒരു പത്രത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെയോ തുടക്കത്തിൽ, ഒരു പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് ലെറ്റർ, ആ പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലെറ്റർ വലുതാക്കി ഒരു 2-3 ലൈൻസ് അതിലായിട്ട് ഇങ്ങനെ വലുതാക്കി കാണിക്കുന്നതിനാണ് ഈ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മാക്സിമം ലൈൻസ്, ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലൈൻസിൻ്റെ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 10 ആണ്. വിച്ച് ടൂൾ ക്യാൻ ബി ഓപ്റ്റഡ് ഫോർ എ സിനോണിം വേർഡ് ഇൻ എ ഡോക്യുമെൻറ്റ്? ആൻസർ തെസറസ്. അതായത് ഒരു ഡോക്യുമെൻറ്റിലെ വേർഡിൻ്റെ സിനോണിം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? തെസറസ് എന്നുള്ള ടൂളാണ്. സിനോണിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വേർഡിൻ്റെ അതേ അർത്ഥമുള്ള മറ്റ് വേർഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂള് തെസറസ് ആണ്. അപ്പോൾ ഈ തെസറസ് എന്നുള്ള ഒരു ഫീച്ചർ വെച്ചിട്ട് നമുക്ക് ആൻറ്റോണിംസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ ആ ഒരു വേർഡിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരുന്ന വേർഡ്സ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു ഫീച്ചറാണ് തെസറസ്. വിച്ച് ഈസ് ദ ഫങ്ഷൻ ബട്ടൺ ഫോർ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ? സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻ ബട്ടൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ F7 ആണ്. അപ്പോൾ നമുക്കറിയാം ഫങ്ഷൻ ബട്ടൺസ് 12 എണ്ണമാണുള്ളത്. അപ്പോൾ അതിൽ F7 എന്നുള്ള ആ ഒരു ബട്ടണാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. Ctrl+Y ഇസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ. Ctrl+Y എന്നുള്ളത് എന്തിനുള്ള ഷോർട്ട് കട്ട് കീ ആണ്? റീഡു ദ ലാസ്റ്റ് ആക്ഷൻ. അതായത് ഒരു ആക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റിൽ നമ്മൾ ചെയ്ത ലാസ്റ്റ് ആക്ഷന് ഒന്നുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Y. ടു ഗിവ് എ സ്ലാൻഡഡ് അപ്പിയറൻസ് ടു ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെൻറ്റ് വിച്ച് ക്യാരക്ടർ ഫോർമാറ്റിംഗ് എഫക്റ്റ് ഈസ് അപ്ലൈഡ്. അതായത് ഒരു ഡോക്യുമെൻറ്റിലെ ടെക്സ്റ്റിന് ഒരു ചെരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഉള്ള ഒരു അപ്പിയറൻസ് വരാൻ വേണ്ടിയിട്ട് ഏത് ക്യാരക്ടർ ഫോർമാറ്റിംഗ് എഫക്റ്റാണ് ഉപയോഗിക്കുന്നത്? ഇറ്റാലിക് എന്നുള്ളതാണ് ആ ഒരു ഓപ്ഷൻ. ഫോർ വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ കണ്ടൻസ് ഓഫ് എ ടേബിൾ സെൽ ഡാഷ് ഓപ്ഷൻ ഈസ് യൂസ്ഡ്. അതായത് ഒരു ടേബിൾ സെല്ലിലെ കണ്ടൻസിനെ വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ടെക്സ്റ്റ് ഡയറക്ഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് ഒരു ടേബിൾ സെല്ലിലെ കണ്ടൻസിനെ വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഈ ഒരു ടെക്സ്റ്റ് ഡയറക്ഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ അവൈലബിൾ ആണ്. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഓപ്പൺ ഡയലോഗ് ബോക്സ്? ഡയലോഗ് ബോക്സ് ആൻസർ Ctrl+F12 ആണ്. അതായത് ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+F12 ആണ്. ഓട്ടോ കറക്റ്റ് ഈസ് ദ ഓപ്ഷൻ ടു റീപ്ലേസ് ഡാഷ് വേർഡ്സ്, മിസ്പെൽഡ് വേർഡ്സ്. അതായത് ഓട്ടോ കറക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ എങ്ങനെയുള്ള വേർഡ്സിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? മിസ്പെൽഡ് വേർഡ്സ്, അതായത് സ്പെല്ലിങ് തെറ്റിപ്പോയിട്ടുള്ള വേർഡ്സിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ കറക്റ്റ് എന്നുള്ള ആ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഇപ്പം വേർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്പെല്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടാവും.
ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും, പക്ഷേ ടൈപ്പ് ചെയ്ത് നമ്മൾ ആ സ്പേസ് ഇടുമ്പോൾ തന്നെ അവിടെ വേർഡ് ഓൾറെഡി കറക്റ്റായിട്ടായിരിക്കും വരുന്നത്. അതിനെയാണ് ഈ ഓട്ടോ കറക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു മേക്ക് ദ സെലക്റ്റഡ് ക്യാരക്ടർ സൂപ്പർസ്ക്രിപ്റ്റഡ്? ഹൗ ക്യാൻ യു മേക്ക് ദ സെലക്റ്റഡ് ക്യാരക്ടർ സൂപ്പർസ്ക്രിപ്റ്റഡ്? Ctrl+Shift+=. അതായത് സൂപ്പർസ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ Ctrl+Shift+= ആണ്. അപ്പോൾ ഈ സൂപ്പർസ്ക്രിപ്റ്റഡ് എന്ന് പറയുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്ക്വയർ അങ്ങനെ സ്ക്വയർ എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് ആ സ്ക്വയർ എന്നുള്ള ആ ഒരു 2 ചെറുതാക്കിയിട്ട് ആ ഒരു എസ്സിനേക്കാളും ചെറുതാക്കിയിട്ടായിരിക്കും വരിക. പക്ഷെ അത് എസ്സിൻ്റെ ആ ഒരു ലൈനിലായിരിക്കില്ല, കുറച്ച് മുകളിലേക്കായിരിക്കും വരുന്നത്. അതിനാണ് സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഒന്ന് കമൻ്റ് ഇടാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻ എ ടേബിൾ ഇൻ വേർഡ്? വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻ എ ടേബിൾ ഇൻ വേർഡ്? 63. അതായത് ഒരു വേർഡിലെ ടേബിൾസിൻ്റെ മാക്സിമം നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 63 ആണ്. 63 കോളംസ് ആണ് വരുന്നത്. വിച്ച് ഫീച്ചർ വിൽ യു ഓപ്റ്റ് വെൻ ഓൺലി ലാസ്റ്റ് 3 വേർഡ്സ് ആർ സ്പിൽ ഓവർ ടു നെക്സ്റ്റ് പേജ് ആൻഡ് യു വാണ്ട് ഇറ്റ് ടു ബി ഇൻ ദ പ്രിസീഡിങ് പേജ്? ഷ്രിങ്ക് ടു ഫിറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റിൽ ആ പേജിൽ 3 വേർഡ്സ് മാത്രം അടുത്ത പേജിലേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു പേജിൽ 3 വേർഡ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നിങ്ങൾക്ക് ആ 3 വേർഡ്സ് ആ ഒരു പേജിൽ വേണ്ട, മറ്റേ പേജിൽ തന്നെ കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഫീച്ചറാണ് ഉപയോഗിക്കുന്നത്? ഷ്രിങ്ക് ടു ഫിറ്റ് എന്നുള്ള ഫീച്ചറാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഷ്രിങ്ക് ടു ഫിറ്റ് എന്നുള്ള ഒരു ഫീച്ചറിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 3 വേർഡ്സ് മറ്റൊരു പേജിലേക്ക് പോയല്ലോ, അത് അങ്ങനെ പോവാതെ ആ പേജിൽ തന്നെ നിലനിർത്താൻ കഴിയും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ഷ്രിങ്ക് ടു ഫിറ്റ്. ഡാഷ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ഓർ എൻലാർജ് ദ പ്രിൻറ്റ്? സ്കെയിലിംഗ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ഓർ എൻലാർജ് ദ പ്രിൻറ്റ്. അതായത് പ്രിൻറ്റിനെ എൻലാർജ് ചെയ്യാനോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനോ ഉപയോഗിക്കുന്നതാണ് സ്കെയിലിംഗ്. യു ക്യാൻ ടേക്ക് എനി വേർഡ് സ്റ്റൈൽസ് ഫ്രം വേർഡ്. യു ക്യാൻ ടേക്ക് എനി വേർഡ് സ്റ്റൈൽ ഫ്രം വേർഡ്. ആർട്ട് ഗാലറി ഉപയോഗിച്ചിട്ട് നമുക്ക് വേർഡിൽ എങ്ങനത്തെ വേർഡ് സ്റ്റൈൽസ് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഡാഷ് എനേബിൾ ടു മേക്ക് എ ചോയ്സ് ഫ്രം എ നമ്പർ ഓഫ് ഓപ്ഷൻസ്. ലിസ്റ്റ് ബോക്സസ് എനേബിൾ ടു മേക്ക് എ ചോയ്സ് ഫ്രം എ നമ്പർ ഓഫ് ഓപ്ഷൻസ്. അതായത് കുറേയധികം ഓപ്ഷൻസിൽ ഒരു ചോയ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലിസ്റ്റ് ബോക്സസ്. ഫോർ അഡീഷൻ ഓഫ് എ റോ അറ്റ് ദ എൻഡ് ഓഫ് എ ടേബിൾ, മൂവ് ദ കഴ്സർ അറ്റ് ദ എൻഡ് ആൻഡ് യൂസ് ടാബ്. ഫോർ അഡീഷൻ ഓഫ് എ റോ അറ്റ് ദ എൻഡ് ഓഫ് എ ടേബിൾ, മൂവ് ദ കഴ്സർ അറ്റ് ദ എൻഡ് ആൻഡ് യൂസ് ടാബ്. അതായത് ഒരു റോ അഡീഷണലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിളിൻ്റെ എൻഡിൽ കഴ്സർ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടത്? ടാബാണ് ഉപയോഗിക്കേണ്ടത്. പിക്ക് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. എഡിറ്റ്, സേവ്, ഡിലീറ്റ്, വേർഡ് റാപ്പ്. ആൻസർ വേർഡ് റാപ്പാണ്. എഡിറ്റ്, സേവ്, ഡിലീറ്റ്. ആൻസർ വേർഡ് റാപ്പാണ് വരുന്നത്. വിച്ച് കമാൻഡ് വിൽ ബി യൂസ്ഡ് ടു റീസ്റ്റോർ എ സെൻറ്റൻസ് ഇറേസ്ഡ് ജസ്റ്റ് നൗ? ആൻസർ അൺഡു ആണ്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ വീഡിയോയിൽ ഞാൻ റീഡുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആ ഒരു ഡോക്യുമെൻറ്റിൽ ലാസ്റ്റ് ചെയ്ത ആക്ഷൻ ഒന്നുകൂടി ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് റീഡു. അതേസമയം വിച്ച് കമാൻഡ് വിൽ ബി യൂസ് ടു റീസ്റ്റോർ എ സെൻറ്റൻസ് ഇറേസ്ഡ് ജസ്റ്റ് നൗ? അൺഡു ആണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്തു എന്ന് വിചാരിക്കാം, അത് എന്തായിപ്പോയി? ഇറേസ് ആയിപ്പോയി. അത് നിങ്ങളറിയാതെ മായ്ച്ചു കളഞ്ഞു അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തു. അത് പക്ഷേ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യണം, പെട്ടെന്ന് തന്നെ റീസ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് അൺഡു. അതേസമയം റീഡു എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ആ ഒരു വേർഡ് ടൈപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക, ആ വേർഡ് തന്നെ പിന്നെയും റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റീഡു കൊടുത്താൽ അതേ സംഭവം തന്നെ വരും. രണ്ടും ഏകദേശം ഒരേപോലെയാണ്, പക്ഷേ രണ്ടും വ്യത്യാസമുണ്ട് എന്നുള്ളത് ഓർമ്മിക്കാം. ഇവിടെ ഇറേസ് ചെയ്ത സെൻറ്റൻസിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അൺഡു.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ഫോണ്ട് സ്റ്റൈൽസ് വിൽ അപ്പിയർ ഇൻ ഫോണ്ട് ബോക്സ് ഇൻ ഡിഫോൾട്ട്? 4 ആണ്. ഹൗ മെനി ഫോണ്ട് സ്റ്റൈൽസ് വിൽ അപ്പിയർ ഇൻ ഫോണ്ട് ബോക്സ് ഇൻ ഡിഫോൾട്ട്? 4. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് വീഡിയോ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ്